ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 15ാമത്തെ നക്ഷത്രമാണ് ചോതി. തുലാം രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. കാറ്റിന്റെ ദേവനായ വായു ഭഗവാനാണ് ഇതിന്റെ ദേവത. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം കാറ്റിലാടുന്ന ഇളം പുൽനാമ്പാണ്. ഇത് മാറ്റങ്ങളോടുള്ള വഴക്കത്തെയും അതേസമയം സ്വതന്ത്രമായി നിൽക്കാനുള്ള കരുത്തിനെയും സൂചിപ്പിക്കുന്നു. 2026 ജൂലൈ മാസം ഈ സ്വഭാവവിശേഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് നോക്കാം. 2026 ജൂലൈ മാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. ശനി കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്ന ഘട്ടവും വ്യാഴം കർക്കിടകത്തിൽ തുടരുന്നതിന്റെ ഗുണഫലങ്ങളും അനുഭവപ്പെടാം. രാഹുകേതു സംക്രമണം നിങ്ങളുടെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചോതി നക്ഷത്രക്കാർ പൊതുവെ നയതന്ത്രജ്ഞരും ബുദ്ധിശക്തിയുള്ളവരുമാണ്. 2026 ജൂലൈയിൽ ഈ കഴിവുകൾ നിങ്ങളുടെ കരിയറിലും കുടുംബജീവിതത്തിലും നിർണായകമാകും. കർക്കിടക മാസത്തിലെ മഴക്കാലം നിങ്ങളുടെ ആരോഗ്യത്തിലും മാനസികാവസ്ഥയിലും പ്രത്യേകമായ മാറ്റങ്ങൾ വരുത്തും. ജൂലൈ മാസം കരിയറിന്റെ കാര്യത്തിൽ വലിയൊരു വഴിത്തിരിവിന് സാധ്യതയുണ്ട്. 10ാം ഭാവത്തിലെ ഗ്രഹസ്ഥിതികൾ പുതിയ ഉത്തരവാദിത്തങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ മാസം ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒരു ടീം ലീഡറോ അല്ലെങ്കിൽ മാനേജറോ ആണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവരെ നയിക്കുന്നതിൽ ചില വെല്ലുവിളികൾ നേരിടാം. എന്നാൽ ജൂലൈ 2ാം വാരത്തോടെ കാര്യങ്ങൾ അനുകൂലമാകും. ചിലർക്ക് താല്പര്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കാൻ വൈകുമെങ്കിലും മാസാവസാനത്തോടെ മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ജൂലൈ 15-ന് ശേഷം നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. വിസ നടപടികളിലെ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഈ മാസം റിസ്ക് എടുക്കാൻ തോന്നുന്ന സമയമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ ആദ്യവാരം ശുഭകരമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതം, ടെക്നോളജി എന്നീ മേഖലകളിൽ. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭം ഈ മാസം ലഭിക്കാം. തൊഴിൽ അന്വേഷിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രതീക്ഷ നൽകുന്നതാണ്. കഠിനമായ മത്സര പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കും. ഇന്റർവ്യൂകളിൽ നിങ്ങളുടെ ആശയവിനിമയ ശേഷി പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. സാമ്പത്തികമായി നോക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള മാസമാണ് 2026 ജൂലൈ. ശമ്പളത്തിന് പുറമെ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. ഫ്രീലാൻസ് ജോലികളിൽ നിന്ന് ചെറിയ വരുമാനം ലഭിക്കാം. വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾക്ക് എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പഴയ കടങ്ങൾ വീട്ടാൻ ഈ മാസം സാധിക്കും. പുതിയ ലോണുകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് അത് അനുവദിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വികാരാധീനമായ തീരുമാനങ്ങൾ വലിയ നഷ്ടമുണ്ടാക്കാം. ദീർഘകാല നിക്ഷേപങ്ങളാണ് ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം ഉചിതം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെ സംയമനം പാലിക്കുക. ജൂലൈ അവസാനത്തോടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവർക്കായി സമയം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് മാനസിക സുഖം നൽകും. സഹോദരങ്ങളുമായുള്ള സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പരസ്പര സഹകരണം വർദ്ധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പഴയ സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിന്റേതാണ്. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ ധ്യാനവും പ്രാണായാമവും ശീലമാക്കുന്നത് ഗുണം ചെയ്യും. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. 2026 ജൂലൈ മാസം ചോതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾ നൽകിയേക്കാം. തെറ്റായ ഭക്ഷണക്രമം മൂലം വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. വായുദേവതയുടെ നക്ഷത്രമായതിനാൽ ചോതി നക്ഷത്രക്കാർക്ക് അലർജി, ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ മഴക്കാലത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും നിയന്ത്രിക്കുക. ജോലിയും കുടുംബവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ ബുദ്ധിമുട്ടുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. വേണ്ടത്ര ഉറക്കം ഉറപ്പാക്കുക. യോഗയും ലഘുവായ വ്യായാമങ്ങളും ദിനചര്യയുടെ ഭാഗമാക്കുക. ഇത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന മാസമായിരിക്കും ഇത്. മാനസിക സമാധാനത്തിനായി ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് ദേവീഭജനം അതീവ ഗുണകരമാണ്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലളിതാ സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. രാഹു അധിപനായ നക്ഷത്രമായതിനാൽ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ വായു ഭഗവാനെ ധ്യാനിക്കുന്നത് ശ്വസന സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങൾക്കോ അന്നദാനം നടത്തുന്നത് വലിയ പുണ്യം നൽകും. മാസത്തിന്റെ തുടക്കം വളരെ ഉന്മേഷദായകമായിരിക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുയോജ്യമാണ്. സാമ്പത്തികമായ ചില നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി വരാം. ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങളുടെ തുടക്കം കുറിക്കും.
രണ്ടാം വാരം യാത്രകൾക്കായി സമയം മാറ്റിവെക്കേണ്ടി വരും. ജോലി സംബന്ധമായ യാത്രകൾ ഫലപ്രദമാകും. എന്നാൽ ഈ സമയത്ത് ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. മൂന്നാം വാരം കർക്കിടക സംക്രമണം നടക്കുന്ന ഈ സമയം മാനസികമായി ചില അസ്വസ്ഥതകൾ നൽകാം. മുൻകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പണമിടപാടുകളിൽ അതീവ ജാഗ്രത വേണം. മാസാവസാനം ആശ്വാസകരമായിരിക്കും. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. കരിയറിൽ പുതിയൊരു അവസരം തേടി വരാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടയാകും. നിങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരിക്കുമ്പോൾ വ്യക്തത പാലിക്കുക. പെട്ടെന്നുള്ള ഫലങ്ങൾക്കായി കാത്തുനിൽക്കാതെ ക്ഷമയോടെ പ്രവർത്തിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാവുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ജീവിത പങ്കാളിയോടോ മുതിർന്നവരോടോ ഉപദേശം തേടുക. ഒരു ബജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. സേവിംഗ്സ് സ്കീമുകളിൽ ചേരുന്നത് ഭാവിക്ക് ഗുണകരമാകും. 2026 ജൂലൈ മാസം ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്തുന്നതിനും ഭാവിയിലേക്കുള്ള ശക്തമായ അടിത്തറ പാകുന്നതിനുമുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ്. വായുദേവൻ അധിപനായ കാറ്റിലാടുന്ന പുൽനാമന്റെ ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ പ്രതീകാത്മകതമായ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ മാസം ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെ കുറിച്ചുള്ള വലിയ പാഠങ്ങൾ നൽകുന്നു. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത മാറ്റങ്ങളെ സ്വാംശീകരിക്കാനുള്ള നിങ്ങളുടെ കഴിവായിരിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സാഹചര്യങ്ങളെ ഭീതിയോടെയല്ല, മറിച്ച് അവസരമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. കരിയറിലായാലും വ്യക്തി ജീവിതത്തിലായാലും പഴയതും കാലഹരണപ്പെട്ടതുമായ ചിന്താഗതികളെ ഉപേക്ഷിച്ച് പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് വഴി വലിയ പുരോഗതി കൈവരിക്കാനാകും. നിങ്ങളുടെ സ്വാഭാവികമായ നയതന്ത്രജ്ഞതയും മൃദുലമായ പെരുമാറ്റവും തൊഴിലിടങ്ങളിൽ നിങ്ങളെ ഒരു മികച്ച നേതാവാക്കി മാറ്റും. സഹപ്രവർത്തകർക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങളുടെ വാക്കുകൾക്ക് ഈ മാസം കൂടുതൽ മൂല്യം കൽപ്പിക്കപ്പെടും. എന്നാൽ ഈ സ്വാധീനം ഉപയോഗിക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസം വരാതെ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ഒരു അച്ചടക്ക സമിതിയുടെ ധർമ്മം നിങ്ങൾ സ്വയം പാലിക്കേണ്ടതുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുമെങ്കിലും അത് വിവേകത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ തിടുക്കം കാണിക്കാതെ ഓരോ നീക്കവും പഠിച്ചു മാത്രം നടത്തുക. ഭാവിക്കായി കരുതി വെക്കുന്ന സമ്പാദ്യം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കുടുംബജീവിതത്തിൽ സ്നേഹവും കരുതലും വാരിക്കോരി നൽകേണ്ട സമയമാണിത്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ ചെറിയ തെറ്റിദ്ധാരണകൾ മതിയാകും. എന്നാൽ ചോദ്യ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കരുത്തായ ആശയവിനിമയത്തിലൂടെ ഏതു തർക്കവും രമ്യമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളികളോടും കുട്ടികളോടുമൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. കുടുംബമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സെന്ന് ഈ മാസം നിങ്ങൾ തിരിച്ചറിയും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ശാരീരിക അവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത്. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം വഴക്കമുള്ളവരായിരിക്കുക എന്നതാണ്. ഈ മാസത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും തെറ്റുകൾ തിരുത്തി മുന്നേറുകയും ചെയ്താൽ ജൂലൈ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ കൂടുതൽ പക്വതയുള്ള ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടാകും. വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കുള്ള ഒരു പരീക്ഷണശാലയായി ഈ മാസത്തെ കാണുക. ശുഭാപ്തി വിശ്വാസത്തോടെയും കർമ്മനിരതമായും മുന്നോട്ട് പോയാൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വതസിദ്ധമായ സ്വാതന്ത്ര്യബോധവും കഠിനാധ്വാനവും ഒത്തുചേരുമ്പോൾ ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല.